അതേസമയം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉഷ ജോസഫിന്റെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും എന്നൊരു പ്രതികരണം വരുന്നുണ്ട്. ഇക്കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉഷയുടെ കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞു. വയറ്റിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നാളെ നടക്കും. അതേസമയം വണ്ടാനം മെഡിക്കൽ കോളേജിലെ വീഴ്ചയിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. 4 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ പോലീസിന് കൈമാറും. വീഴ്ച വരുത്തിയവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമെന്നും ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായൊരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. ഡോക്ടർക്ക് ഇങ്ങനൊരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. സ്ക്രബ് നഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്.